മുട്ടക്കാട്ട് കോമഡി അല്ലെങ്കിൽ ജാസ്മിന് മുട്ടം പണി എന്ന് തന്നെ പറയാം. ജാസ്മിൻ പാവട്ടോ, എത്രയാ കൊച്ചു നാണം കെടുക. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കേഴ്സ്. സുഖല്ലേ, സുഖമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക കേട്ടോ. അങ്ങനെ എമിന ബിഗ് ബോസ് വീട്ടിലോട്ട് തിരിച്ചു കയറിയിട്ടുണ്ട്. അതും സാധാരണ രീതിയിലല്ല കയറിയിട്ടുള്ളത്. പെട്ടിക്കകത്ത് അൺബോക്സ് ചെയ്താണ് അവരെല്ലാരും കൂടെ നമ്മുടെ ജാൻ മറ്റേ എമിന ചേച്ചീനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അൺബോക്സ് ചെയ്താണ് പുറത്ത് എല്ലാവരും റിവീൽ ചെയ്യുന്നതെന്ന് തന്നെ പറയാം. ഇതിലെന്താണ് ട്വിസ്റ്റ് സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ബ്ലൈൻഡ്സ് തുറന്ന് ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ ആ കതവ് തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ ജാസ്മിൻ ഒരു പഞ്ച് ഡയലോഗൊക്കെ ഇന്നങ്കാറ്റി ഡയലോഗ് അടിച്ചു. മക്കളെ എന്താന്നല്ലേ, എന്റെ മുത്ത് ഗബ്രി ആയിരിക്കണം, ഗബ്രി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണത് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചൊന്ന് പെട്ടി വലിച്ച് നോക്കിയ ഏമിനെ ചേച്ചിയോ. പക്ഷെ ആ എക്സ്പ്രഷൻ മുഖത്ത് വരാണ്ട് ആ പുള്ളിക്കാരി അത് അടിസഖ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യമുന ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നത്. അത് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചിരി വന്നു പോകും. മുട്ടക്കാട്ട് കോമഡി തന്നെയായിരുന്നു. എനിക്കത് കണ്ടിട്ട് നല്ല രീതിയിൽ ചിരി വന്നു. ഇതേപോലെ ചിരി വന്ന ആൾക്കാർ ലൈവ് കണ്ടവരുണ്ടെങ്കിൽ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ എനിക്കറിയാലോ എത്ര പേർക്ക് നമ്മുടെ ആ വേവിൽ എന്ത് കണക്ട് ആയെന്ന് മനസ്സിലാവുമല്ലോ. അത് മാത്രമല്ല, നമ്മുടെ യമുന ചേച്ചി അർജുന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എടാ അർജുനെ, എന്നാലും നീ എന്റെ ചായ മറന്നില്ലല്ലോടാ, നീ നോറയുടെ ക്യാരക്ടറിന്റെ പുന്നളിയ, നീ സീനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അർജുനെ പൊക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എവിക്റ്റായി പോലുള്ള ജാൻമണി ദാസിനെയും പോയി കെട്ടിപ്പിടിച്ച് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരിക്കുന്നുണ്ട്. ജാൻമണി ഒരു സസ്പെൻസ് ആയിട്ട് ഒരു കാര്യം വെച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് ആരെടുത്തും പറയാണ്ട്. ആ കാര്യം ടക്കെന്നിട്ട് പൊട്ടിച്ച് എല്ലാം തൊലച്ചു എന്ന് തന്നെ പറയാം. എന്താണ് ആ കാര്യം? ജാൻമണിക്ക് കല്യാണം. ആ കാര്യം ജാൻമണി പോലും ഇവരുടെ അടുത്ത് പറഞ്ഞില്ല. നമ്മുടെ യമുന ചേച്ചി വന്നു പറഞ്ഞ ഓട്ടവായുമാരി എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പോയി പറയുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ ജാൻമണി, എന്താ ചേച്ചി ഞാൻ പറയുമായിരുന്നല്ലോ എന്ന മട്ടിൽ ലുക്ക് കൊടുക്കുന്നുണ്ട്. ആ ലുക്കിൽ തന്നെ എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ലൈവിൽ ഫൺ മുഹൂർത്തങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ഫൺ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കിടുക്കാച്ചി കോമഡികളൊക്കെ അറിയാൻ വേണ്ടി മറക്കാണ്ട് CS റോക്കേഴ്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ മറക്കാൻ ലൈക്ക് അടിക്കാട്ടോ. എന്തായാലും ഈ വാർത്തയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചല്ലേ, ഒരു ലൈക്ക് എനിക്ക് വേണ്ടി അടിച്ചുകൂടെ?